പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് രാവിലെ എഴുന്നേൽക്കുന്ന ഷുഗർ, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം കൂടുതലാണ്, ബാക്കി എല്ലാം നോർമലാണ്. എൻ്റെ അടുത്ത് മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പകൽ സമയത്ത് ഭക്ഷണം കഴിച്ച ശേഷം ഷുഗർ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, HbA1cയും കൺട്രോൾഡാണ്, നിയന്ത്രണത്തിലാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഷുഗർ 140, 150, ചിലപ്പോൾ 180 വരെ കാണുന്നുണ്ട്. രാത്രി ഒന്നും കഴിക്കാതെ കിടന്നതാണെങ്കിൽ പോലും ഇങ്ങനെയാണ്. ഈ ഷുഗർ എവിടെ നിന്നാണ് വരുന്നത്? ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? ഈ ഒരു ഷുഗർ പ്രശ്നക്കാരനാണോ? ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കിയാലേ ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവുള്ളൂ. അതായത് നമ്മുടെ ശരീരം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഫാക്ടറി ആണെന്ന് കരുതുക. നമ്മൾ ഉറങ്ങുന്ന സമയത്തും അത് നിർത്താതെ പ്രവർത്തിക്കുന്നുണ്ട്. ഹൃദയം ഇടിക്കുന്നുണ്ട്, ശ്വാസം നടക്കുന്നുണ്ട്, ഹോർമോണുകൾ അവിടെ പുറത്തു വരുന്നുണ്ട്, കരൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, തലച്ചോറ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഉറക്കത്തിലാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജം ആവശ്യമാണ്. ആ ഊർജ്ജം നൽകാനാണ് ശരീരം രാത്രിയിലും ഗ്ലൂക്കോസ് ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണ് ശരീരത്തിന് പഞ്ചസാര ലഭിക്കുന്നതെന്ന് നമ്മൾ കരുതിയാൽ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കരള് ഒരു വലിയൊരു ഗോഡൌണാണ്. അവിടെ ഗ്ലൈക്കജൻ എന്നുള്ള സാധനം അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഗ്ലൂക്കോസ് സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ളപ്പോൾ കരൾ അത് വീണ്ടും രക്തത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല ദിവസങ്ങളും ഭക്ഷണം കിട്ടാത്ത സാഹചര്യത്തിലും മനുഷ്യൻ ഉടനെ മരിക്കാത്തതിന്റെ കാരണം അതാണ്. ശരീരത്തിന് സ്വന്തമായിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഈ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായിട്ട് മാറും. രാവിലെ ഷുഗർ കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ കരളിൻ്റെ പ്രവർത്തനമാണ്. പ്രത്യേകിച്ചും പുലർച്ചെ 4 മണിക്കും 8 മണിക്കും വരെയൊക്കെ ശരീരത്തിൽ ചില ഹോർമോണുകൾ പ്രവർത്തിക്കും. കോർട്ടിസോൾ, ഗ്രോത്ത് ഹോർമോൺ, അഡ്രിനാലിൻ, ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ ചില ഹോർമോണുകൾ ശരീരത്തിൽ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഉണരാനായിട്ട് പോവുകയാണ്, ശരീരത്തിന് ഊർജ്ജം വേണം. അപ്പം അതുകൊണ്ട് കരൾ കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് വിടും. ആരോഗ്യമുള്ള ഒരാളിൽ ഇൻസുലിൻ അത് നിയന്ത്രിച്ച് നിർത്തും. അതായത് ഇൻസുലിൻ ഇറങ്ങുകയും അത് 100 താഴെ നിർത്തുകയും ചെയ്യും. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 താഴെ നിർത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 100ന്റെയും 126ന്റെ ഇടയ്ക്കാണെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ്, 126ന്റെ മുകളിലാണെങ്കിൽ ഡയബറ്റിക് ആയി. ഇതിനെ നമ്മൾ ഡോൺ ഫിനോമിന എന്ന് വിളിക്കും. അതായത് രാത്രി കാലങ്ങളിൽ നമ്മൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും രാവിലെ ആവുന്ന സമയത്ത് ഈ കോർട്ടിസോളും ഈ അഡ്രിനാലിനും ഗ്രോത്ത് ഹോർമോണൊക്കെ എന്തു പറയും, ലിവറിനോട് കുറച്ച് ഗ്ലൂക്കോസ് ഇറക്കൂ, അദ്ദേഹം ഉണരാനായിട്ട് പോവുകയാണെന്ന് പറയും. അപ്പം അദ്ദേഹം ഉണരുന്ന സമയത്ത് ഇത് കൂടി നിൽക്കും. പക്ഷെ ഇത് പ്രശ്നക്കാരനാണോ? ഇത് പ്രശ്നക്കാരനാണ്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒരു സൂചനയാണ്. ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നതിന്റെ കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അത് കാരണമാണ് പ്രമേഹം ഭാവിയിൽ ഉണ്ടാവുന്നത്, വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവുന്നത്, ഫാറ്റി ലിവർ ഉണ്ടാവുന്നതും, കൊളസ്ട്രോൾ ഉണ്ടാവുന്നതും, ഹൃദ്രോഗങ്ങൾ ഉണ്ടാവുന്നതും, PCOD, PCOS പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എല്ലാം ഒരൊറ്റ കാര്യത്തിലാണ് നിൽക്കുന്നത്, ഷുഗർ അമിതമായി ശരീരത്തിലുണ്ട്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം. ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മളത് ഒരിക്കലും നമുക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത്. കാരണം പാങ്ക്രിയാസ് കൂടുതൽ ഇവിടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ഇൻസുലിൻ ഇവിടെ വർക്ക് ചെയ്യാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് 140 കണ്ടാലും പാങ്ക്രിയാസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി നമ്മളൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും കൂടി നിൽക്കുന്നതിന്റെ കാരണം ഓൾറെഡി നോർമലായിട്ട് കോർട്ടിസോളും ഗ്രോത്ത് ഹോർമോണും എല്ലാം ഈ ഗ്ലൂക്കോസിനെ ഇറക്കി വിടുന്നുണ്ട്. പക്ഷേ ഇൻസുലിൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇൻസുലിന് കഴിവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് മാർഗങ്ങളിലൂടെ ഈ ഒരു ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യണം. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് എവിടെ നിന്നാണ് വരുന്നത്? പ്രധാനമായിട്ടും വയറിലെ കൊഴുപ്പ് കൊണ്ടാണ്. നമ്മൾ വയറിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആണ്. പക്ഷെ അതിൻ്റെ അടിയിൽ എന്തുണ്ട്? വിസറൽ ഫാറ്റ് ഉണ്ട്. ഈ വിസറൽ ഫാറ്റ് പല ഓർഗൻസിലും ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻഫ്ലമേറ്ററി രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രധാന കാരണം വിസറൽ ഫാറ്റ് ആണ്. വയർ കൂടുന്ന സമയത്ത് നമുക്ക് രാവിലെ ഷുഗർ കൂടുന്നത് നോർമലാണ്, അങ്ങനെ സംഭവിക്കും, അത് പ്രശ്നക്കാരനാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നതിൻ്റെ വേറൊരു കാരണം എന്താണ്? നമ്മൾ വയറിലുണ്ടാവുന്ന വിസറൽ ഫാറ്റാണ്. ഈ വിസറൽ ഫാറ്റ് വലിയ പങ്കാണ് നമ്മുടെ ഷുഗർ കൂട്ടുന്നതിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്? വയർ കൂടാനായിട്ട് അനുവദിക്കരുത്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്ന ആഹാരം. നമ്മൾ വീട്ടിൽ സാധാരണ കഴിക്കുന്ന എന്താണ്? ബിസ്ക്കറ്റുകൾ, ബേക്കറി ഫുഡുകൾ, പൊറോട്ട, ഫ്രൈഡ് ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ മധുര പലഹാരങ്ങളാണ് എപ്പോഴും കഴിക്കുന്നത്. ഇത് കാരണവും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം ശരീരത്തിന് ഇൻസുലിൻ വർക്ക് ചെയ്യാത്ത അവസ്ഥയിലോട്ട് വരും. ശരീരത്തിന് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ ഫലമായിട്ട് രാവിലെ ഷുഗർ കൂടിയാലും ഇൻസുലിൻ അവിടെ ഒന്നും ചെയ്യാതിരിക്കും. അപ്പം ഭക്ഷണം മാത്രമല്ല, നമ്മൾ മുമ്പ് കഴിച്ച മധുര പലഹാരങ്ങൾ കാരണവും ഉണ്ടാവും. ഇനി വേറൊരു കാരണമുണ്ട്, ഉറക്കക്കുറവ്. ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത്? ഉറക്കമില്ലായ്മ. സാങ്കേതിക വിദ്യകളുണ്ട്, മൊബൈൽ ഫോണും TV-കളും നെറ്റ്ഫ്ലിക്സും യൂട്യൂബും ഒക്കെ ഉണ്ട്. ഈ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയെല്ലാം കാരണം സീരിയലുകൾ കണ്ട്, നെറ്റ്ഫ്ലിക്സുകൾ കണ്ട്, അല്ലെങ്കിൽ ജോലിയുടെ സമ്മർദ്ദമൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്, ഉറക്കമില്ല. അർദ്ധരാത്രിക്ക് ശേഷമാണ് മിക്ക ആളുകളും ഉറങ്ങുന്നത്. ഈ ഉറക്കക്കുറവ് ശരീരത്തിലെ കോർട്ടിസോൾ വർദ്ധിപ്പിക്കും.
കോർട്ടിസോൾ അമിതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരം ഒരു സ്ട്രെസ് മോഡിലോട്ട് പോവുകയും കരൾ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതും ഒരു കാരണക്കാരാണ്. അപ്പോൾ അതും നമ്മൾ കൺട്രോൾ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രമേഹം രാവിലെ ഉണ്ടാക്കുന്ന ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തൊരു കാരണം കൂടെ ഉണ്ട്, മാനസിക സമ്മർദ്ദം. മനസ്സിൽ മാനസിക സമ്മർദ്ദം എപ്പോഴും ഉണ്ടെങ്കിൽ അതേപോലെ ഈ കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എനർജി വേണമെന്ന് പറഞ്ഞാൽ കൂടുതൽ ഗ്ലൂക്കോസ് നമുക്ക് കൊടുക്കും. ശരീരം ശരിക്കും ഈ കോർട്ടിസോൾ ഹോർമോൺ എന്തിനാണ് ഉണ്ടാക്കുന്നത് അറിയോ? ഇപ്പോൾ നമ്മളൊരു പട്ടി കടിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ കോർട്ടിസോൾ ഹോർമോൺ വേണം, അഡ്രിനാലിൻ ഹോർമോൺ വേണം, എന്നാലേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ശരീരത്തിന് അറിയില്ല നിങ്ങൾ സ്ട്രെസ് അടിക്കുന്നത് ഇപ്പം ബാങ്കിൽ ഒരു ലോൺ അടച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് ഒരു കുറ്റം പറഞ്ഞു, അത് ആലോചിച്ചിട്ട് ഉണ്ടാവുന്ന സ്ട്രെസ്സും ഒരു പട്ടി കടിക്കാനായിട്ട് നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സും ഏകദേശമൊക്കെ സെയിം ആണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണുകൾ സെയിം ആണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും, ഗ്ലൂക്കോസ് കൂടുതൽ റിലീസ് ആകുകയും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ രാവിലെ ഷുഗർ കൂടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വെറും ഒരു പഞ്ചസാര പ്രശ്നം മാത്രമല്ല, ഹോർമോണുകൾ, അതുപോലെ കരള്, വയറിലെ കൊഴുപ്പ്, ഉറക്കം, മാനസിക സമ്മർദ്ദം, അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ സമയം. രാത്രി ഒരു 9 മണിക്ക് 10 മണിക്കൊക്കെ ആഹാരം കഴിച്ചാൽ രാവിലെ നമുക്ക് പഞ്ചസാര കൂടി നിൽക്കും. നമ്മൾ എപ്പോഴും ആഹാരം ഒരു 7 മണിക്ക് മുമ്പ് നിർത്താനായിട്ട് നോക്കുക. കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആഹാരം നിർത്തിയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഷുഗറിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് പറ്റില്ല. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ടുള്ള വേറൊരു മാർഗ്ഗമുണ്ട്. ധാരാളം ഫൈബർ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു ദിവസം 30 ഗ്രാം ഫൈബർ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ പച്ചക്കറികൾ കഴിക്കുക. എല്ലാ ആഹാരത്തിനോടൊപ്പം ഈ ഒരു കൈക്കുമ്പിളിൽ നിറയുന്ന അത്രയും വെജിറ്റബിൾസ് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നിയന്ത്രണത്തിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ ദിവസവും നടക്കാനായിട്ട് നോക്കുക. 30 മിനിറ്റ് നല്ല സ്പീഡിൽ നടക്കുന്ന സമയത്തും നമ്മുടെ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് നല്ല സ്പീഡിൽ നടക്കാനായിട്ട് ശ്രമിക്കുക, നമുക്ക് പറ്റുന്ന രീതിയിൽ. അങ്ങനെ നടക്കുന്ന സമയത്തും നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓടുകയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒത്തിരി കഠിന അധ്വാനമല്ല വേണ്ടത്. നമുക്ക് നല്ല സ്പീഡിൽ നടക്കുക ഒരു 30 മിനിറ്റ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1-2 മാസം നടക്കുമ്പോൾ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു 3-4 മാസം ഒന്ന് ട്രൈ നോക്കി. അപ്പോൾ തന്നെ നിങ്ങളുടെ മെറ്റബോളിസം കറക്റ്റ് ആവാനായിട്ട് തുടങ്ങും. മെറ്റബോളിസം കറക്റ്റ് ആക്കാതെ നമ്മുടെ ഈ പറഞ്ഞ ഒരു ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഫാറ്റി ലിവർ വരും, അതുപോലെ തന്നെ കിഡ്നിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ ക്ഷീണം അമിതമായിട്ടുണ്ടാവും. മിക്ക പ്രമേഹ രോഗികൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത് ഒരു നമ്പറിനെ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അത് നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റബോളിക് ആരോഗ്യത്തിന്റെ ഒരു ജനാലയാണെന്ന് ആലോചിക്കുക. ആ ജനാലയോട് നോക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയും വയറിലെ കൊഴുപ്പും ഇൻസുലിൻ റെസിസ്റ്റൻസും തന്നെയാണ് കാരണം. ആ ഒരു യഥാർത്ഥ ചിത്രം മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ രാവിലത്തെ ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇപ്പം ശാസ്ത്രീയമായിട്ട് പല കാര്യങ്ങളും വെച്ച് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇത് മനസ്സിലാക്കിയിരിക്കുക, ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇതുപോലുള്ള ധാരാളം മെത്തേഡുകൾ ഞാൻ 5M മെത്തേഡിൽ പറയുന്നുണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സപ്ലിമെന്റ്സ് അല്ല നമുക്ക് വേണ്ടത്, മരുന്നുകളല്ല ഇവിടെ വേണ്ടത്. നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ ഫാസ്റ്റിംഗ് ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ആത്മാർത്ഥമായി ട്രൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഗ്രൂപ്പിലൂടെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.